ഒരു എൻഗേജ്മെൻറ്റിന് പോയതായിരുന്നേ. അവിടെ ചെന്നിട്ട് എൻ്റെ പരിപാടിയോ ഇതേ പറയണ്ടല്ലോ റീൽ ഷൂട്ട്. സമ്മതിക്കില്ല ഗൈസ്, എന്നെ റീലെടുക്കാൻ സമ്മതിക്കില്ല. ഓരോരുത്തരായിട്ട് ഇതേ ശല്യം ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തോ പറഞ്ഞു, ഇനി പെൺപിള്ളേരൊക്കെ ആ ചേട്ടൻ ഏതാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റൊക്കെ വരാം എന്ന് കളിയാണ് ഞാൻ പറഞ്ഞേ. ചേട്ടൻ്റെ കൈയൊക്കെ കാണിച്ചു. ഇവളാണ് കിങ്ങിണി. ഈ കൊച്ചിനെ വെച്ച് നിൽക്കുന്ന ഈ മുതലാണ് ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ. ഞങ്ങളൊക്കെ പെണ്ണിൻ്റെ ആൾക്കാരാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ കുറച്ച് വൈബുള്ള ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഞങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞങ്ങളിതേ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ ഒരാളെ പരിചയപ്പെടുന്നുണ്ട്, ലവർ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ പയ്യൻ്റെ ലവറെങ്ങാനും ഇത് കാണുവാണെങ്കിൽ തീർന്നടാ നീ തീർന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യുന്നൊരു പയ്യനുണ്ടായിരുന്നു. എൻ്റെ ക്യാമറ ഓണാക്കിയത് അവൻ്റെ കയറി ഒളിച്ചു ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ ചെക്കൻ്റെ പെണ്ണിൻ്റെ അടുത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. നല്ല ഭയങ്കര തിരക്കായിരുന്നു. അത് 2-3 സ്റ്റെപ്പിന് മുകളിൽ നിന്ന് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണിത്. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ വീഴാൻ പോയി എന്നെ ആരൊക്കെയോ പിടിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടുന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങി ഗൈസ്.